വൈവിധ്യമാർന്ന മത്സ്യവിഭവങ്ങളുടെ രുചി അറിയണമെങ്കിൽ കൊല്ലത്ത് എത്തണമെന്നാണ് പലരും പറയാറുള്ളത്. കൊല്ലത്തുകാർക്ക് പ്രിയപ്പെട്ട ഒരു മത്സ്യത്തെ പറ്റിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ. കറി വെച്ചാലും പൊരിച്ചാലും പൊള്ളിച്ചാലും അവരൊക്കെ ഡബിൾ ഓക്കെയാണ്, സെറ്റാണ്. കാണാം. കൊല്ലത്തില്ലാത്തതൊന്നുമില്ല. ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായി. ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ. ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഈ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടം തന്നെയാണ്. കൊല്ലത്തെ പ്രമുഖരെ പറ്റിയാണ് കലോത്സവത്തിനെത്തിയ മമ്മൂട്ടി അന്ന് സൂചിപ്പിച്ചത്. മെഗാസ്റ്റാർ സൂചിപ്പിച്ച ആ ചിലരിലെ സൂപ്പർ സ്റ്റാർ ഇവിടെയുണ്ട്. കരിമീൻ, കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ടവൻ, കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം. വിശേഷണങ്ങൾ ലഭിക്കും മുൻപേ കൊല്ലത്തുകാർക്ക് ഇഷ്ടക്കാരനായി മാറിയതാണ്. അഷ്ടമുടിക്കായലിലെ കരിമീൻ എന്നത് കൊല്ലത്തെ സ്വാദിന്റെ പര്യായമാണ്. പാചകക്കാർ ചേരുവയുടെ രഹസ്യങ്ങൾ തുറന്നു പറയാറില്ല, സ്വാദിന്റെ അനുഭവം തുറന്നു കൊടുക്കാറേ ഉള്ളൂ. ആഴത്തിൽ വരയണം, സാവധാനത്തിൽ മാംസത്തിലേക്ക് മസാല ഇറങ്ങാനുള്ള ക്ഷമ കാട്ടണം, പിന്നീട് എണ്ണയിൽ നീരാട്ട്. ഇത് അഷ്ടമുടിക്കായലിലെ കരിമീനാണ്. ഇതിന് ഡിമാൻഡ് കൂടിയതുകൊണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് അഡ്വാൻസ് ചെയ്തൊക്കെ ഇട്ടാലേ മീൻ പിടുത്തക്കാർ കൊണ്ടു തരുത്തുള്ളൂ. കരിമീൻ കിട്ടാതെ എന്നാ പിന്നെ ഞങ്ങൾ പിന്നീട് വരാമെന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഞണ്ട്, കൊഞ്ച്, കല്ലുമേക്ക, കക്ക, കണവെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കായലിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും കരിമീൻ കഴിക്കാൻ വരുന്നവർ കരിമീൻ തന്നെ കഴിക്കും. എങ്ങനെയാണ് ഇതിന്റെ വില? ഈ മീൻ ഒരു 400 ഗ്രാം കാണും. നമ്മളൊരു 400 രൂപ തൊട്ട് മുകളിലോട്ട് മേടിക്കും. ഇലയിൽ പൊള്ളിച്ചതും പൊരിച്ചതും പിന്നെ പലതരത്തിലുള്ള കറിയായും കക്ഷി തീന്മേശയിലെത്താറുണ്ട്. ഒന്ന് ചൂടാറട്ടെ, അപ്പോഴേക്കും മത്സ്യപ്രിയനായ മമ്മൂട്ടിക്ക് വിഭവങ്ങൾ എത്തിച്ചു കൊടുത്ത സന്തോഷത്തിൽ തുടരുന്ന ചിലരെ കൂടി കാണാം. പുള്ളിയുടെ ഒരു ഷൂട്ടിങ്ങിൻ്റെ മാസ്റ്റർ പീസ് നമ്മൾ മീൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കായലിലെ മീനുകളാണ് പുള്ളി കഴിച്ച മൊത്തവും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം ഉണ്ടായത്. ഇപ്പോൾ പലയിടത്തും പുള്ളി പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ തന്നെ കൊടുത്തത്. പുള്ളിക്കറിയത്തില്ല ഞാനാ കൊടുത്തതെന്നുള്ള കാര്യം. മലയാളിയുടെ കരിമീൻ ഇഷ്ടത്തിന് മറുപടിയായി കൊല്ലത്തുകാർക്ക് പറയാൻ ഇതേയുള്ളൂ. വളർത്തൽ, കൃഷി, ഒപ്പം തീന്മേശയിലെ ഇഷ്ടസാന്നിധ്യമായി VIP സ്റ്റാറ്റസിൽ കരിമീൻ കൊല്ലത്തുണ്ട്. പശ്ചാത്തലം അഷ്ടമുടിക്കായലാണ്. ഒരുക്കങ്ങളില്ലാതെ കരിമീൻ ഇവിടെ തീന്മേശയിലെത്താറില്ല. മുന്നിലിരിക്കുന്നത് കരിമീനാണ്. ഇതിനെ സ്വാദറിഞ്ഞു തുടങ്ങിയാൽ ഉള്ളിലെ മലയാളിയും കൊല്ലംകാരനും ഒക്കെ ഉണരും. ഇതേ വികാരത്തോടെ കൊതിയോടെ ഒരു സ്ഥലം ഒഴിച്ചിട്ട് നമ്മുടെ ക്യാമറമാൻ പറയുന്ന നിൽപ്പുണ്ട്. ഷാനവാസ് ഇതിനെ കൂടി ഇങ്ങനെ വിളിക്കാം, ഇങ്ങനെ പോരെ. എന്തായാലും മലയാളിയുടെ അസ്തമിക്കാത്ത ഇഷ്ടം, അത് മത്സ്യവിഭവങ്ങളോടും അസ്തമിക്കാത്ത ഇഷ്ടമാണുള്ളത്. എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജീനാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.